ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സരസ്വതി തമ്പുരാട്ടി തന്നെ, ഒരു സംശയവും വേണ്ട. അങ്ങനൊരു സമയം ഞാനിപ്പോഴാ ശ്രദ്ധിക്കുന്നത്. ആരേട്ടാ അത്? വർമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. പ്രഭാകരൻ സാറ്. ദൈവമേ, എത്ര കൊല്ലമായി നമ്മൾ കണ്ടിട്ട്. അതേടോ, വർഷങ്ങൾ കുറേയായി അല്ലേ? അതെ. സാർ വരൂ. നിങ്ങൾ ഇരിക്കുക. വരൂ സാർ. വരൂ സാർ, ഇരിക്കുക. ചേച്ചി കാണാൻ മനസ്സിലായോ? അത് പ്രഭാകരൻ സാറ്, റിട്ടയർഡ് DIG-യാ. കാലപ്പഴക്കങ്ങള് ചിലരുടെ ഓർമ്മകൾ മാച്ചു കളയും. അതാ ഇവിടെ സംഭവിച്ചത്. അല്ല, സാറെന്താ ഓർക്കാപ്പുറത്ത് ഈ വഴിക്ക്? ഇന്നലെ സെക്രട്ടേറിയറ്റ് വരെ ഒന്ന് വരണമായിരുന്നു. വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. പിന്നെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് രാത്രി താമസിച്ചു. രാവിലെ മടങ്ങുന്ന വഴിയാണ് വർമ്മയെ കാണണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ കണ്ടിട്ട് പോകാമെന്ന് കരുതി. വർമ്മയുടെ എല്ലാ വിവരങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാനം ഭരിക്കുന്ന ആളല്ലേ, കാര്യങ്ങൾ അറിയാതിരിക്കൂ. എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് തന്റെ ഈ വളർച്ച കാണുമ്പോ. സാറിന്റെ ഫാമിലിയൊക്കെ? വൈഫ് ബാംഗ്ലൂരിലാണ്. ഓ, ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മകള് US-ലാണ്. തന്റെ മകളെവിടെ? ഋതിക മോള് അകത്തുണ്ട്. രാവിലെ തന്നെ കോളേജിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ശരി. കുട്ടിയെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ. പിന്നെ അമ്പയ്ക്കും ശേഖരനും ഒരു മാറ്റവും ഇല്ലല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നു. സാറങ്ങ് വല്ലാണ്ട് മാറിപ്പോയി. അതാ എനിക്കൊരു ഡൗട്ട് തോന്നി. ഋതിക മോളല്ലേ ഇത്? അതെ. പണ്ട് കണ്ടതല്ലേ, കുട്ടി അങ്ങ് വളർന്ന് വലുതായി പോയി. ഇത് സാക്ഷാൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ കുട്ടി തന്നെയാണ്. മോളുടെ പഠനം ഏതുവരെയായി? BSc കഴിഞ്ഞു. ഇനി MSc പോകാൻ പോകുന്നു. ഞാൻ കോളേജിൽ പോകാൻ റെഡിയാവുമായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. എന്നാ മോള് വെക്കോ. സരസ്വതി തമ്പുരാട്ടി തന്നെ, ഒരു സംശയവും വേണ്ട.
ഒരു സമയം ഞാനിപ്പോഴാ ശ്രദ്ധിക്കുന്നത്. എന്താടോ പറഞ്ഞേ? എന്താ ഒരു ടെൻഷൻ പോലെ? ഏയ് ഇല്ല. ശരി. എന്താ ഉടനെ തന്നെ മടങ്ങുവാണോ? പിന്നെ തിരികെ പോണ്ടേടോ. താനൊന്ന് വന്നേ. എന്തായാലും വളരെ സന്തോഷമായി പറഞ്ഞേ. ഒത്തിരി നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. എനിക്ക് സന്തോഷമായി പ്രഭാകരൻ സാറേ. താൻ എന്തായാലും ഭാഗ്യവാനാണോ പറഞ്ഞേ. മാരേജ് ലൈഫ് സക്സസ് ആയില്ലെങ്കിലും തങ്കം പോലത്തെ ഒരു മോളില്ലേ, ഒരു വിളക്ക ആ കുട്ടി. അവള് കയറി ചെല്ലുന്ന വീട് പ്രകാശത്തിന്റെ ഒരു വിളക്കായിരിക്കും, അതുറപ്പാ. അല്ല, അങ്ങനെ ആകാതിരിക്കാൻ വഴിയില്ലല്ലോ. മത്തം കുത്തിയാൽ കുമ്പളമല്ലല്ലോ മുളയ്ക്കുന്നത്. പൈതൃക എവിടെയാ കിടക്കുന്നേ? സൂര്യമംഗലം കൊട്ടാരത്തിൽ. നന്മ മാത്രം ചെയ്തിരിക്കുന്ന പാരമ്പര്യം. മഹാദേവവർമ്മയുടെയും സരസ്വതി തമ്പുരാട്ടിയുടെയും കൊച്ചുമകളല്ലേ ഋതിക. ആ കുട്ടിയെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കേണ്ടത് പ്രതാപവർമ്മയുടെ ചുമതലയാ, തന്റെ കടമയാ. അല്ല, താനത് ചെയ്യുമെന്ന് എനിക്കറിയാം. ആ കുട്ടിയുടെ കണ്ണീര് വീഴാൻ താൻ ഇടവരുത്തില്ലെന്ന് എനിക്കറിയാം. ഋതികയുടെ കല്യാണം എന്നെ അറിയിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും തീർച്ചയായും ഞാൻ വരും. കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ സാറിന് അറിയിക്കാം. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞേ. ഓ ശരി സാർ, വീണ്ടും കാണാം. ശരി. ആ ഞാൻ ലേറ്റായി മാഡം. ഏയ് ഇല്ല, ഇനിയിപ്പൊ രാജു ലേറ്റ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. രാജു വരുമല്ലോ. മാഡം കേറ്. ആ രാജു, ഇന്ന് വീട്ടില് ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അച്ഛനെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്കിള്. ആ, എന്റെ അമ്മയുടെ വീട്ടുകാരെ കുറിച്ചാ അങ്കിള് പറഞ്ഞതൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കുടുംബക്കാരെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടു. ആ, ഋതിക മാഡത്തിന്റെ അമ്മയുടെ വീട്ടുകാര് അത്ര മോശക്കാരാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതില്ല. ആ, എന്തായാലും ആ അങ്കിളിനോട് വലിയ ബഹുമാനായിരുന്നു എന്റെ അച്ഛന്. അല്ല, ഇങ്ങനെ ഇവിടെ വർത്താനം പറഞ്ഞു തന്നാ മതിയോ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണ്ടേ? പോണം. മാഡം കേറ്.